നവംബർ 11 ഒബവ ജയന്തി. സ്ത്രീ ശക്തിയുടെ എന്നെന്നും ഓർമ്മിക്കേണ്ട നേർക്കഥ. 18-ാം നൂറ്റാണ്ടിലാണ് ഹൈദരാലിയുടെ ഭടന്മാർക്കെതിരെ ഉലക്കയുമായി പോരാടിയ ഒബവയുടെ ഐതിഹാസികമായ ജീവിതം. ചിത്രദുർഗ കോട്ട കീഴടക്കാനുള്ള ഹൈദരാലിയുടെ ആർത്തിക്കേറ്റ പ്രഹരമായിരുന്നു ഒരു സാധാരണ വീട്ടമ്മയായ ഒബവയുടെ പ്രഹരം. 1760-ലാണ് ഹൈദരാലി ആദ്യമായി കോട്ട ആക്രമിച്ചത്. നിരവധി തവണ ആക്രമിച്ചെങ്കിലും കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പോലും ഹൈദരാലിയുടെ സൈന്യത്തിന് തുടക്കത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ മലകൾക്കിടയിലൂടെ ഒരു ദ്വാരത്തിലൂടെ കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാമെന്ന് ഹൈദരാലിയുടെ സൈന്യം കണ്ടെത്തി. ആ പ്രദേശത്തിന്റെ കാവൽക്കാരനായ സൈനികൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയം നോക്കി ഓരോ സൈനികരായി ഈ വഴി കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. സൈനികരുടെ നീക്കം ആദ്യം കാണുന്നത് കാവൽക്കാരന്റെ ഭാര്യയായ ഒബവയാണ്. ഭർത്താവിനെ വിവരം അറിയിക്കാൻ പോയാൽ കൂടുതൽ സൈനികർ കോട്ടയ്ക്കകത്തേക്ക് കയറും. അത് പാടില്ല. ഒട്ടും പതറാതെ ഒബവ തന്റെ കയ്യിലുള്ള ഉലക്കയുമായി കയറി വരുന്ന ഓരോ സൈനികനെയും നേരിട്ടു. പിന്നീട് കാവൽക്കാരനായ ഭർത്താവ് എത്തി നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അനേകം ശത്രു സൈനികരെയും പരിക്കേറ്റ് കിടക്കുന്ന തന്റെ ഭാര്യയുമാണ്. ഇവരാണ് പിന്നീട് ഒനക്ക അഥവാ ഒബവ എന്ന് അറിയപ്പെട്ടത്. ഹൈദരാലിയുടെ സൈന്യത്തെ ഒബവ അടിച്ചു വീഴ്ത്തി ഒരാൾക്ക് മാത്രം കയറി വരാവുന്ന ആ വഴി കോട്ടയ്ക്കകത്ത് ഇന്നും കാണാം.